നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം താലൂക്ക് ആശുപത്രി ഇനി ഹൈടെക്. മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തിയാകും. AC മൊയ്തീൻ MLA പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാഘോഷം വർണ്ണാഭം. റെക്കോർഡ് ഏക്കത്തുകയ്ക്ക് കൊങ്ങണൂർ ദേശം എത്തിച്ച തെച്ചുകൂട്ട് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള കരിവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് അഴകായി. ആനായിക്കൽ ചീരംകുളം താലപ്പൊലിയുടെ ഭാഗമായ വേലയാഘോഷം വർണ്ണാഭം. 50 ഗജവീരന്മാർ അണിനിരക്കുന്ന പുരാഘോഷം നാളെ. പുരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ പ്രേക്ഷകർക്ക് തത്സമയം ആസ്വദിക്കാം. കടവല്ലൂർ പഞ്ചായത്തിലെ ഉരുക്കാൽക്കുന്നിലെ ക്വാറി മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്വാറിയിലെ ക്രഷർ യൂണിറ്റിൽ നിന്നും അമിതഭാരം കയറ്റി പഞ്ചായത്ത് റോഡിലൂടെ പോയ 2 ടോറസ് ലോറികൾ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ഈടാക്കി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. പാദരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ നന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ നീക്കം ആരംഭിച്ചു. പുതിയ സീസണിൽ ആനകളുടെ ഏക്കത്തുക ദേവസ്വം വർദ്ധിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളം താലൂക്ക് ആശുപത്രി ഇനി ഹൈടെക്. മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തിയാകും. AC മൊയ്തീൻ MLA പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കുന്നംകുളത്തിന്റെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി താലൂക്ക് ആശുപത്രിയിലെ പുതിയ മൾട്ടി സ്റ്റോറി കെട്ടിടം. മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് അധികൃതരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിന് പിന്നാലെ AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം ആശുപത്രി സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 76.51 കോടി രൂപ ചിലവിലാണ് അതിനൂതന സൗകര്യങ്ങളോടെയുള്ള 7-നില കെട്ടിടം ഉയരുന്നത്. 1.55 ലക്ഷം ചതുരശ്രയടിയിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗം മുതൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ വരെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാധുനിക ഡയാലിസിസ് യൂണിറ്റും താഴത്തെ നിലയിൽ തന്നെ ഡയാലിസിസ്, CT സ്കാൻ, എക്സ്റേ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1-ാം നിലയിൽ ജനറൽ മെഡിസിൻ മുതൽ ഗൈനക്കോളജി വരെയുള്ള എല്ലാ OP വിഭാഗങ്ങളും പ്രവർത്തിക്കും. 3-ാം നിലയിൽ മെഡിക്കൽ ICUവും 4-ാം നിലയിൽ സർജിക്കൽ ICUവും ഓപ്പറേഷൻ തിയേറ്ററുകളും സജ്ജീകരിക്കും. മോർച്ചറി, സബ്സ്റ്റേഷൻ, ലാബ് എന്നിവയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ബേസ്മെന്റ് നിലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇൻകൽ ലിമിറ്റഡ് SPV ആയി പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. MLAയോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ തുടങ്ങിയവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. മാർച്ച് അവസാനത്തോടെ പണി പൂർത്തിയാകുന്നതോടെ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഈ സർക്കാർ ആശുപത്രിയിലൂടെ ലഭ്യമാകും. എരുമപ്പെട്ടിയിൽ 2 ഇടങ്ങളിൽ തീപിടുത്തം. ഒഴിഞ്ഞ പറമ്പുകളിലും പാടശേഖരത്തിലുമാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ എരുമപ്പെട്ടി ബദ്ലഹേം നഗറിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ആദ്യ തീപിടുത്തമുണ്ടായത്. 1 ഏക്കറോളം വരുന്ന പറമ്പിൽ ആളുയരത്തിൽ നിൽക്കുന്ന ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. പറമ്പിന് ചുറ്റുഭാഗത്തും വീടുകൾ ഉണ്ടായിരുന്നത് ആശങ്കയ്ക്കിടയാക്കി. നാട്ടുകാരും കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് തീയണച്ചു. ഉച്ചതിരിഞ്ഞ് കരിയനൂർ കാവിൽവട്ടം ക്ഷേത്രത്തിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. പാടശേഖരത്തിലെ ഉണങ്ങിയ പുല്ലിനാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് തൊട്ടടുത്ത പറമ്പിലേക്കും തീ പടർന്ന് കയറി. പറമ്പിൽ മുറിച്ചിട്ടിരുന്ന കവുങ്ങ്, തെങ്ങ്, പന എന്നിവയും മരത്തടികളും കത്തിനശിച്ചു. തീ ജനവാസ കേന്ദ്രത്തിന് സമീപത്തേക്ക് പടർന്നു പിടിച്ചത് ആശങ്കയ്ക്കിടയാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് മെമ്പർമാരും പൊതുജനങ്ങളും നൽകുന്ന കത്തുകളും പരാതികളും പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്താനോ പരിഗണിക്കാനോ തയ്യാറാകുന്നില്ലെന്ന്
കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. 8-ാം വാർഡ് മെമ്പർ സജിത സുനീഷ് മനക്കൽപ്പടി SC കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയും 16-ാം വാർഡ് മെമ്പർ ജോർജ് മങ്ങാട്ടുകാവ് ക്ഷേത്രം പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ് ലൈറ്റ് കത്തിക്കണമെന്നാവശ്യപ്പെട്ടും നൽകിയ പരാതിയും അടിയന്തര പ്രാധാന്യമുള്ള കത്തുകളും പരാതികളും ഭരണസമിതി പരിഗണിക്കുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് താൽക്കാലിക ജീവനക്കാർ, കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് നികുതി അടക്കാൻ വേണ്ടി വന്ന ഒരു സാധാരണ ആൾക്ക് നികുതി അടച്ചു കൊടുക്കുന്നതിന് പോലും കഴിയാത്ത, ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പഞ്ചായത്തിലെ മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാർ നൽകുന്ന പരാതികളും കത്തുകളും പഞ്ചായത്തിന്റെ അജണ്ടയിൽ ഉടൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. താൽക്കാലിക ജീവനക്കാരെ അനാവശ്യമായി തള്ളിക്കയറ്റിയിരിക്കുകയാണെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. യോഗ നടപടികൾ ആരംഭിച്ച ഉടൻ കോൺഗ്രസ് മെമ്പർമാർ മുദ്രാവാക്യം വിളിച്ച് യോഗ ഹാളിൽ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവായ NK കബീറിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായ ആനി ടീച്ചർ, മീന ശലമോൻ, സജിത സുനീഷ്, റിജി ജോർജ്, ഷാജി വർഗീസ് എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പരാതികൾ ഉടൻ കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് NK കബീർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗത്തിലെ കോൺഗ്രസ് പ്രതിഷേധം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യോഗമാണ് ഇന്ന് നടന്നത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ഉന്നയിച്ചാണ് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചത് എന്നും മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പരിഗണന നൽകിയാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. താൽക്കാലിക ജീവനക്കാരുടെ പ്രവർത്തനം മികവുറ്റതാണ്. താൽക്കാലിക ജീവനക്കാരെ കുറിച്ച് ഒരു പരാതി പോലും പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുകയോ എഴുതി തരുകയോ ചെയ്തിട്ടില്ലെന്നും പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം കേവല രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര യോഗമാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്തിയത്. അതിൽ പ്രതിപക്ഷം അജണ്ടയിലില്ലാത്ത കാര്യവുമായിട്ടാണ് മുന്നോട്ട് പോയി പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയത്. നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്കായിട്ട് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളുടെ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് തന്നെ എൻട്രി ചെയ്ത് അവർക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളവർക്ക് പാസ്സാക്കുന്ന തരത്തിലുള്ള അജണ്ടയുമായിട്ടാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തത്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ചർച്ചയിലില്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രധാനമായും ഇന്ന് ഉന്നയിച്ചത്. അത് തികച്ചും പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിനോട് യോജിച്ച് പോകാനാവില്ല. കാരണം തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇന്നവർ യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. അക്കിക്കാവ് പൂരാഘോഷം വർണ്ണാഭം. റെക്കോർഡ് ഏക്കത്തുകയ്ക്ക് കൊങ്ങണൂർ ദേശം എത്തിച്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള കരിവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ അഴകായി. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ തുടങ്ങി. രാവിലെ തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നവകം, പഞ്ചഗവ്യം തുടങ്ങിയവയും നടന്നു. ഉച്ചയ്ക്കൊന്നിന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ദേവിയുടെ തിടമ്പേറ്റി. ഇതോടൊപ്പം വിവിധ കമ്മിറ്റികളുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. സംസ്ഥാനത്തെ ആനയക്കത്തിൻ്റെ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കി കൊങ്ങണൂർ ദേശമെത്തിച്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള 21 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള വാദ്യമേളം അകമ്പടിയായി. രാത്രി ഗാനമേളയുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ വേല വെള്ളിയാഴ്ച ആഘോഷിച്ചിരുന്നു. ഉച്ചയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേല വരവാരംഭിച്ച്
വൈകിട്ട് ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷം ഗാനമേളയുമുണ്ടായി. ഭരണസമിതി പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഇ ചന്ദ്രൻ നായർ, ട്രഷറർ വി ഗിരീഷ് എന്നിവരടങ്ങിയ കമ്മിറ്റി പൂരത്തിന് നേതൃത്വം നൽകി. ശനിയാഴ്ച രാത്രി പൂരം ചടങ്ങുകൾ ആവർത്തിക്കും. പുലർച്ചെ പാനപൂജയ്ക്ക് ശേഷം കൂറ വലിക്കുന്നതോടെ അക്കിക്കാവ് പൂരാഘോഷത്തിന് പരിസമാപ്തിയാകും. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ അതിക്രമിച്ച് കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 58-കാരന് 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും ശിക്ഷ. വാടനപ്പള്ളി നടുവിൽക്കര ആലത്തെ വീട്ടിൽ കുമാരനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. 2024 ഏപ്രിൽ വാടനപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ വിധി. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. സ്റ്റേഷനിലെ ASI TD സ്നേഹമോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. SIമാരായ SM ശ്രീലക്ഷ്മി, PG സദാശിവൻ എന്നിവർ അന്വേഷണം പൂർത്തിയാക്കി. ASI PS സജിത് കുമാർ കേസന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസറും സീനിയർ CPOമായ MR സിന്ധു പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ദേശങ്ങളൊരുക്കിയ വർണ്ണക്കാഴ്ചകൾ കണ്ടും കേട്ടും ആസ്വദിക്കാൻ ചീരംകുളം ക്ഷേത്ര മൈതാനത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വേലയാഘോഷം വർണ്ണാഭമായി. ഞായറാഴ്ച നടക്കുന്ന ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരക്കും. ശനിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് വേല ഉത്സവത്തിന് തുടക്കമായത്. 3 വഴിപാട് വേലകൾ ഉൾപ്പെടെ 17 സംഘങ്ങളുടെ വേലകളാണ് ക്ഷേത്രമൈതാനിയിലെത്തിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, കാള തുടങ്ങിയ വരവുകൾ ഗ്രാമവീഥികളെ ആഘോഷ നിറവിലാക്കി. വേലകൾ സമാപിച്ച ശേഷം വൈകിട്ട് 7:30 ഉത്സവ് ചീരംകുളം കമ്മിറ്റിയുടെ ഉറവ് നാടൻപാട്ട് അവതരണം നടന്നു. പൂരാഘോഷ ദിവസമായ ഞായറാഴ്ച പുലർച്ചെ മുതൽക്കേ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 3ഓടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 25 കമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. വൈകിട്ട് 5 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ തലയെടുപ്പുള്ള 50 ഗജവീരന്മാർ അണിനിരക്കും. മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. രാത്രി 7:30 പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഗാനമേളയും അർദ്ധരാത്രി 12ഓടെ തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ വാദ്യവിരുന്നുകളും നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് കോതമംഗലം മനയ്ക്കിൽ നിന്നും പറയെടുത്ത് പള്ളിത്താലത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. താലം തെളിയിക്കൽ, വെളിച്ചപ്പാടേറ്റൽ, പാനപൂജ എന്നിവയ്ക്ക് ശേഷം ഗുരുതിതർപ്പണത്തോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപ്തിയാകും. താലപ്പൊലിയുടെ വർണ്ണക്കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഗുരുവായൂർ പഞ്ചാരമുക്കിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. കൊല്ലം എടശ്ശേരി മേലില വീട്ടിൽ സുജിത്ത്, ഭാര്യ ഗീതു, ഇവരുടെ മക്കളായ 9 വയസ്സുകാരി ദക്ഷ, 3 വയസ്സുള്ള ആരവ് എന്നിവർക്കാണ് പരിക്ക്. വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കടവല്ലൂർ പഞ്ചായത്തിലെ ഉരുക്കാൽക്കുന്നിലെ ക്വാറി മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്വാറിയിലെ ക്രഷർ യൂണിറ്റിൽ നിന്നും അമിതഭാരം കയറ്റി പഞ്ചായത്ത് റോഡിലൂടെ പോയ 2 ടോറസ് ലോറികൾ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ഈടാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ഏറെ വിവാദങ്ങൾക്കും സമരത്തിനുമൊടുവിൽ പൂട്ടിയ ക്വാറി ശിവാലയ കമ്പനിക്ക് വേണ്ടി ക്രഷർ യൂണിറ്റ് മാത്രമായി പുനരാരംഭിക്കുകയായിരുന്നു. പാറ പൊട്ടിക്കലിന് അനുമതിയില്ലാത്ത ഇവിടെ ക്രഷർ യൂണിറ്റ് തകൃതിയായി നടക്കുന്നതായും അനുമതിക്കപ്പുറത്തായുള്ള രീതിയിൽ വിവിധ ക്വാറികളിൽ നിന്നും 100 കണക്കിന് ലോറികളിലായി ഇവിടുത്തെ ക്രഷർ യൂണിറ്റിൽ എത്തിക്കുകയും മെറ്റൽ, കരിങ്കൽ ചീളുകൾ എന്നിവകളാക്കി
വിവിധ സ്ഥലങ്ങളിലേക്കും ഹൈവേ വികസനത്തിനുമായി കൊണ്ടുപോകുകയുമാണ്. എന്നാൽ ഇതുമൂലം രാത്രികളിലും പകലും പൊടിശല്യവും ലോഡിറക്കുന്ന ശബ്ദവും ക്രഷർ യൂണിറ്റിന്റെ 24 മണിക്കൂർ പ്രവർത്തനവും മൂലം നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെടുകയും വീടുകളിലേക്ക് കനത്ത പൊടിശല്യവും രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമസഭയിൽ നാട്ടുകാർ പരാതിപ്പെടുകയും അന്നുതന്നെ മേഖലയിലൂടെ കടന്നുപോകുന്ന 2 ലോറികൾ കുന്നംകുളം SI ജാബിറിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയും ചെയ്തിരുന്നു. മേഖലയിലെ ക്വാറിയുടെ പ്രവർത്തനം മൂലം ക്യാൻസർ രോഗികൾ, ശ്വാസകോശ രോഗികൾ എന്നിവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. കൃത്രിമ രേഖകൾ ഉണ്ടാക്കി അനധികൃതവും നിയമവിരുദ്ധവുമായാണ് ക്വാറിയും ക്രഷർ യൂണിറ്റും മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ഹാനികരമായ ക്വാറിയുടെ പ്രവർത്തനം ഉടൻ നിർത്തിവെക്കണമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പോലീസിനോടും അധികൃതരോടും ആവശ്യപ്പെട്ടു. പരാതിയെ തുടർന്ന് കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KM സലിം, പൊതുപ്രവർത്തകരായ MA കമറുദ്ദീൻ, KJ രാജേഷ്, സുധീർ, നൌഷാദ്, ഷിഹാബ് എന്നിവർ സ്ഥലത്തെത്തി പോലീസുമായും ക്വാറി അധികൃതരുമായും സംസാരിച്ചു. ക്വാറിയിലെ ക്രഷർ യൂണിറ്റ് ലൈസൻസും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിനായി നിരവധി തവണ പഞ്ചായത്തിലെത്താൻ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടെങ്കിലും ക്വാറി അധികൃതർ തയ്യാറായിട്ടില്ല. ക്വാറിയുടെ രേഖകൾ സംബന്ധമായ പരാതിയിന്മേൽ പൊതുപ്രവർത്തകൻ രാജേഷ് KJ വിവരാവകാശ നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ക്വാറിയുടെ അനധികൃത പ്രവർത്തനം സംബന്ധമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനപാത പെരുമ്പിലാവിൽ പൊട്ടിയ ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും അപകട ഭീഷണി ഒഴിവായില്ല. അറ്റകുറ്റപ്പണികൾക്കായി എടുത്ത കുഴി താൽക്കാലികമായി മാത്രം മൂടിയതാണ് മേഖലയിൽ ഗതാഗത തടസ്സവും അപകട ഭീഷണിയും ഉയർത്തുന്നത്. പെരുമ്പിലാവ് സെന്ററിൽ പട്ടാമ്പി റോഡിൽ ഒരാഴ്ച മുൻപാണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ പൊളിഞ്ഞത്. ഇതുമൂലം 6 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം 4 ദിവസത്തോളം തടസ്സപ്പെട്ടിരുന്നു. പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം താൽക്കാലികമായി മാത്രമാണ് കുഴി മൂടിയത്. റോഡിന്റെ പകുതി ഭാഗത്തോളം ഇപ്പോഴും പൊളിഞ്ഞു കിടക്കുകയാണ്. തിരക്കുള്ള സമയങ്ങളിൽ വലിയ ഗതാഗത കുരുക്കും ഒപ്പം അപകട സാധ്യതയും വർദ്ധിക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ കുഴി ശാശ്വതമായി അടച്ച് റീടാറിംഗ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പിലാവ് മുതൽ തണത്തറ പാലം വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരത്തിൽ പലയിടത്തും പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന കുഴികൾ ഭാഗികമായി മാത്രമാണ് അടച്ചിട്ടുള്ളത്. CPM ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷി വീടുകളിലേക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കടവല്ലൂർ കല്ലുംപുറത്ത് നടന്നു. കല്ലുംപുറം വിദ്യാ റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. നയനാർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കാർഷിക മേഖലയിൽ ഉണ്ടായ ഉണർവ് തുടർന്ന് വന്ന ഇടത് സർക്കാരുകളുടെ ഭാവനാപൂർണമായ ഇടപെടലോടെ നാടിന് ഗുണപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോയതെന്ന് തോമസ് ഐസക് പറഞ്ഞു. നമ്മുടെ കൃഷി കാർഷിക മേഖല 5.4% ഒരു വർഷം 5.4% വെച്ച് നായനാർ ഭരണത്തിൽ കയറിയ വർഷം മുതൽ 96 വരെ ആ കാലത്ത് വളർന്നു. കാരണം ഭൂപരിഷ്കരണം 71 കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാര് കപ്പക്ക് പകരം റബ്ബർ ഓടാൻ തുടങ്ങി. പറങ്ങുമായി ഓടിച്ച് റബ്ബർ തട്ടു. പല സ്ഥലത്തും നിലത്ത് നമ്മൾ തേങ്ങ വെച്ചു. അവർ റബ്ബറും തേങ്ങയൊക്കെ നട്ടു കഴിഞ്ഞാൽ 6-7 വർഷം കഴിഞ്ഞല്ലേ വിളവ് തരുള്ളൂ. ചടങ്ങിൽ MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററുമായ M ബാലാജി പദ്ധതി വിശദീകരണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ, സംയോജിത കൃഷി ഏരിയ കൺവീനർ KB ജയൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരായ മാനങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി, ഫാൽക്കൺ മൊയ്തുണ്ണി, സുരേഷ് കടവലൂർ എന്നിവരെ ആദരിച്ചു. കടവലൂർ പഞ്ചായത്തിലെ 20 വീടുകൾ അടങ്ങുന്ന 25 ക്ലസ്റ്ററുകളിലായി 500 കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. 8 തരം പച്ചക്കറി തൈകൾ കടവലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ വിതരണം ചെയ്യുന്നു. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷകരെ സഹായിക്കാൻ കൃഷി ഓഫീസർമാരും പരിജ്ഞാനമുള്ള കർഷകരും അടങ്ങുന്ന സംഘം ആഴ്ചകൾ തോറും ഓരോ ക്ലസ്റ്ററുകളും സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യും. സമ്പൂർണ്ണമായ ജൈവ കൃഷിരീതി അവലംബിച്ച് രോഗാതുരമാകുന്ന
മാതൃകയാകുന്ന കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാതൃകയ്ക്ക് ശക്തമായ തുടക്കമായിരിക്കും ഈ സംരംഭമെന്ന് സംയോജിത കൃഷിയുടെ ഭാരവാഹികൾ പറഞ്ഞു. കർഷകരുടെ വിളകൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുവാൻ വിഷുവിന്റെ ഭാഗമായി 3 ദിവസം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പച്ചക്കറികൾക്ക് വിപണന കേന്ദ്രം തയ്യാറാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സഭാതർക്കം തുടരുന്ന ചാലിശ്ശേരി പള്ളിയിൽ അനീത ഞായർ പ്രാർത്ഥനയ്ക്ക് സെമിത്തേരിയിൽ പ്രവേശിക്കാൻ യാക്കോബായ വിഭാഗത്തിന് ഹൈക്കോടതി അനുമതി ലഭിച്ചു. മരിച്ചുപോയ വിശ്വാസികളുടെ ഓർമ്മ പുതുക്കുന്ന ദിനമായ അനീത ഞായർ പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി തേടിയാണ് യാക്കോബായ വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. വെള്ളിയാഴ്ച ഹർജി പരിഗണിച്ച ജസ്റ്റിസ് എൻ നാഗരേഷ് ഞായറാഴ്ച സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തുവാനും കല്ലറകൾ വൃത്തിയാക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും അനുമതി നൽകിയെന്ന വിധി പ്രസ്താവിച്ചതായി യാക്കോബായ വിഭാഗം അറിയിച്ചു. വിശ്വാസികൾക്ക് സെമിത്തേരിയിലേക്ക് തടസ്സമില്ലാതെ പ്രവേശിക്കാനായി ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോടും സ്റ്റേഷൻ ഹൗസ് ഓഫീസറോടും കോടതി നിർദ്ദേശം നൽകിയതായും ഇവർ അറിയിച്ചു. സഭാ തർക്കത്തെ തുടർന്ന് 2020 ഓഗസ്റ്റ് 20-നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളിയിലേക്ക് പ്രവേശിക്കാനായത്. സംസ്ഥാനത്ത് തർക്കം നിലനിൽക്കുന്ന 58 പള്ളികളിലും വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രവേശനത്തിന് തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷമായി ചാലിശ്ശേരിയിൽ മാത്രം കല്ലറകളിൽ എത്തി പ്രാർത്ഥിക്കാനും സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയാതെ വന്നത് ഗുരുതരമായ അവകാശ ലംഘനമാണെന്ന് ഹൈക്കോടതിയിൽ യാക്കോബായ വിഭാഗം ചൂണ്ടിക്കാട്ടി. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസിദ്ധന്തി വാഴ്ചയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമുണ്ടായി. ശേഷം ദേവാലയത്തിൽ ഫാദർ ലിജോ പൊർത്തൂർ കാർമ്മികനായ ദിവ്യബലിയും വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടന്നു. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ഫാദർ ലിൻഡോ കോന്നിക്കര മുഖ്യകാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4:30 ഇടവകാംഗമായ ഫാദർ ബേബി ഷെപ്പേർഡ് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും. വൈകിട്ട് 7 ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് വാദ്യം എന്നിവയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പുറത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ഏക്കത്തുക വർദ്ധിപ്പിച്ചു. മുൻനിര കൊമ്പന്മാരായ നന്ദനും ഇന്ദ്രസനും എഴുന്നള്ളിപ്പ് തുക 1.5 ലക്ഷം രൂപയായി 1.25 ലക്ഷമാണ് നിലവിലെ നിരക്കായിരുന്നത്. ദേവസ്വത്തിലെ 35 ആനകൾക്കും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. രാജശേഖരൻ, ദാമോദർദാസ്, സിദ്ധാർത്ഥൻ, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാരുടെ ഏക്കം 1.10 ലക്ഷം രൂപയാക്കി. ശ്രീധരൻ, വിഷ്ണു, ബാലകൃഷ്ണൻ, രവികൃഷ്ണൻ, ചന്താമരാക്ഷൻ, ബലറാം, ഗോപികൃഷ്ണൻ, ജൂനിയർ വിഷ്ണു, ബാലു എന്നീ ആനകളുടെ ഏക്കത്തുക 80,000 രൂപയിൽ നിന്ന് 90,000 രൂപയാക്കി ഉയർത്തി. പാദരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ നന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ നീക്കം ആരംഭിച്ചു. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആനയായ നന്ദൻ 2 മാസത്തോളമായി പാദരോഗത്തിന് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം നന്ദനെ തൃശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജ് ആശുപത്രിയിലെത്തിച്ച് പരിശോധിച്ചിരുന്നു. ആനയുടെ വലത്തെ മുൻകാലിലാണ് രോഗം കലശലായത്. നഖങ്ങളുടെ ഇടയിലായി ദശ വളരുന്നുണ്ട്. പലവട്ടം ഇത് മുറിച്ചു നീക്കിയെങ്കിലും വീണ്ടും വളരുകയായിരുന്നു. ക്രയോ സർജറിയിലൂടെ കരിച്ചു കളഞ്ഞിട്ടും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് മണ്ണുത്തിയിലെത്തിച്ചത്. കാലിലെ ദശയിൽ നിന്നുള്ള സാമ്പിൾ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പരിശോധനാ ഫലത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് ആനപ്രേമികൾക്കും ദേവസ്വത്തിനും ആശ്വാസമായത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 8, 9 ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ തിടമ്പേറ്റാൻ നന്ദനെ നിയോഗിക്കാൻ ആലോചന തുടങ്ങി. അങ്ങനെയെങ്കിൽ തൃശൂർ പൂരത്തിനും നന്ദൻ തിടമ്പേറ്റുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. വേലൂരിൽ സ്റ്റേഷനറി കടയിൽ മോഷണം. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള KC തൊമ്മുണ്ണി സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത്. വെൽഡിംഗ് മെഷീനും സ്റ്റേഷനറി സാധനങ്ങളും പണവും ഉൾപ്പെടെ 10,000 രൂപയോളം നഷ്ടപ്പെട്ടു. കടയുടെ പിന്നിലെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. പോലീസിൽ പരാതി നൽകിയനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള 2024-2026 സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു.
നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ സല്യൂട്ട് സ്വീകരിച്ചു. SPC പ്രൊജക്ട് തൃശൂർ സിറ്റി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ് കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ പി.ന്ദ്രദാസ്, ചാവക്കാട് സബ് ഇൻസ്പെക്ടർ സജിത് മോൻ, ഹെഡ് മിസ്ട്രസ് M. സന്ധ്യ, SPC പ്രൊജക്ട് ഗുരുവായൂർ സബ് ഡിവിഷൻ ANO ശ്രീജി, PTA പ്രസിഡന്റ് സിറാജ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. സിവിൽ പോലീസ് ഓഫീസർ KG അനൂപ്, PR അജിത്ത്, D. സുകന്യ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അഖിൽ K. അരവിന്ദാക്ഷൻ, PS ശ്രുതി, അഞ്ജലി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചെറുവള്ളിക്കടവ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കാനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. AC മൊയ്തീൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പാലം നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കുന്നതിനുമായാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള വാട്ടർ അതോറിറ്റി പൈപ്പുകൾ, KSEB പോസ്റ്റുകൾ എന്നിവ മാറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതികളെക്കുറിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്തു. ബന്ധപ്പെട്ട താലൂക്ക് സർവേയർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ പരിശോധനകൾ നടത്താനും തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ, വാർഡ് കൗൺസിലർ ഷനോഫ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പാലം നിർമ്മാണം പാടശേഖരങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്ന് പാടശേഖര സമിതി മുൻ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്ററും മറ്റു ഭാരവാഹികളും ആവശ്യപ്പെട്ടു. കേരള വാട്ടർ അതോറിറ്റി, KSEB, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA ഉറപ്പു നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെയും വിശുദ്ധ അന്തോണിസിൻ്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. രാവിലെ വിശുദ്ധരുടെയും തിരുഹൃദയത്തിൻ്റെയും രൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് നടന്നു. പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികനായി. വികാരി ഫാദർ ജോഷി ആളൂർ, ഫാദർ സാൻഡിയോ എലുവത്തുങ്കൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാളിൻ്റെ ഭാഗമായി വീടുകളിൽ വണങ്ങുവാനായി വിശുദ്ധരുടെ അമ്പ് വള ആശീർവദിച്ച് യൂണിറ്റ് ഭാരവാഹികൾക്ക് നൽകി. കൈക്കാരന്മാരായ KA ബേബി, ജോയ ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. 11 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് വള സമാപനം നടക്കും. തുടർന്ന് 12 മണിവരെ ബാൻഡ് മേളം ഉണ്ടാകും. ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ നാട്ടുകാരെ ഭീതിയിലാക്കി കാട്ടുപന്നിക്കൂട്ടം. ഇന്നലെ രാത്രിയിലാണ് ഇവയെ റോഡിൽ കണ്ടത്. ഇതുവഴി കാറിൽ പോയവരാണ് പന്നിക്കൂട്ടത്തെ കണ്ടതോടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. മേഖലയിൽ പലയിടത്തും ഈ രീതിയിൽ ഇവയെ കാണാറുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. വ്യാപകമായി കാട്ടുപന്നിക്കൂട്ടത്തെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ വിവാഹ മാമാങ്കം. ബംഗാൾ ഗവർണറുടെ ക്ഷേത്രദർശനം കൂടി കണക്കിലെടുത്ത് ക്ഷേത്ര നഗരിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. മകരത്തിലെ അവസാന ഞായറാഴ്ച ആയതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിക്കാൻ കാരണം. ശനിയാഴ്ച വൈകിട്ട് വരെ 26 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയത്. സ്പോട്ട് ബുക്കിംഗ് കൂടെയുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കുന്നത്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ ആരംഭിക്കും. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലിക്കെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കൊയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികമായി നിയോഗിക്കും. കിഴക്കേ നടയിൽ ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കും. ഒരേ സമയം 250 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി തെക്കേ നടയിൽ പട്ടറക്കുളത്തിനും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനും ഇടയിലായി 2 കൗണ്ടറുകളാണ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിനകത്തും നിയന്ത്രണങ്ങളുണ്ടാകും. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. രാവിലെ 8 മണിക്കാണ് ബംഗാൾ ഗവർണർ ആനന്ദബോസ് ഗുരുവായൂരിലെത്തുക. 9 മണിയോടെ മടങ്ങും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ നാളെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും വൺ വേ ഏർപ്പെടുത്തിയതായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G. അജയ്കുമാർ അറിയിച്ചു. ചാവക്കാട് ഖരാനയുടെ ആഭിമുഖ്യത്തിൽ അഭിവാദനവും സുഹൃത്ത് സംഗമവും ഒരുക്കി. നഗരസഭാ ചെയർമാൻ AH അക്ബറിനെയാണ് ചടങ്ങിൽ ആദരിച്ചത്. NK അക്ബർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഖരാന പ്രസിഡന്റ് KA മോഹൻദാസ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, M. കൃഷ്ണദാസ്, KV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കും വിവാഹം, വാഹനപൂജ തുടങ്ങിയ വഴിപാടുകൾക്കും ആവശ്യമായ പുഷ്പങ്ങൾ സ്വന്തം മണ്ണിൽ വിരിയിക്കാൻ ഗുരുവായൂർ ദേവസ്വം സംസ്ഥാന റവന്യൂ ദേവസ്വം വകുപ്പ് ആവിഷ്കരിച്ച ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ തുടർച്ചയായി തെച്ചിപ്പൂങ്കാവനം പദ്ധതിക്ക് തുടക്കമായി. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ തെച്ചിപ്പൂവും തുളസിയും ലഭ്യമാക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യം. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ വസതിയോട് ചേർന്നുള്ള ഭൂമിയിലാണ് 2000-ഓളം തെച്ചി തുളസി തൈകൾ നട്ടുപിടിപ്പിച്ചത്. വടക്കാഞ്ചേരി സ്വദേശി ഐശ്വര്യ സുരേഷ് വഴിപാടായി സമർപ്പിച്ചതാണ് തൈകൾ. ക്ഷേത്രത്തിൽ പ്രതിദിനം കിലോ കണക്കിന് തെച്ചിപ്പൂക്കളും തുളസിമാലകളും ആവശ്യമായി വരുന്നുണ്ട്. നിലവിൽ പുറത്തുനിന്നുള്ള വിതരണക്കാരെയാണ് ഇതിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. സ്വന്തം നിലയിൽ കൃഷി ആരംഭിക്കുന്നതോടെ ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ ഉറപ്പാക്കാൻ ദേവസ്വത്തിന് സാധിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ നിർവഹിച്ചു. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാപുഷ്പങ്ങൾ തോട്ടങ്ങളിൽ നിന്നു തന്നെ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അങ്ങോട്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ആവശ്യമുള്ള തെച്ചിപ്പൂവ് വളരെ സമൃദ്ധമായിട്ട് നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിന് ഗുരുവായൂരപ്പൻ്റെ എല്ലാ കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, കെ എസ് ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിൽ പങ്കാളികളായി. ക്ഷേത്രപരിസരം പച്ചപ്പണിയിക്കാനും പരിസ്ഥിതി സൗഹൃദമായി സംരക്ഷിക്കാനുമുള്ള ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി കൂടുതലിടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ദേവസ്വം തീരുമാനം. ഗുരുവായൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരി ചാവക്കാട് തൊട്ടാപ്പ് കുരിക്കളകത്ത് ഉമൈബ, കാൽനട യാത്രികൻ വാളയാർ സ്വദേശി ബാല എന്നിവർക്കാണ് പരിക്ക്. വൈകിട്ട് 6 മണിയോടെ മാവിൻ ചുവട് വെച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ബാലയെ ഇടിച്ച ശേഷം വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും എക്സ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലക്കോട്ടുകര ഞാലിക്കര ഒയറ്റ് പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് പവലിയന്റെ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഗ്രൗണ്ടിൽ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് ഉദ്ഘാടന പ്രസംഗം നടത്തി. വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിലും സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകി വരുന്നതെന്ന് മൊയ്തീൻ വ്യക്തമാക്കി. 152 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ ലോക കേരളസഭയിൽ ഈ സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. 5ാം സമ്മേളനമായപ്പോൾ ഇനിയും അത് വർദ്ധിക്കാനാണ് സാധ്യത. ഞാൻ പറഞ്ഞത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ രീതികൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തെ തൊഴിലുമായി ബന്ധപ്പെടുത്താനും മറ്റെല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടലും സ്വകാര്യ മൂലധനത്തിൻ്റെ നിക്ഷേപവും എല്ലാം ചേർത്ത് കേരളത്തിൽ മികച്ച ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ കേരളത്തിലുണ്ട്. അതിലൊരു പങ്ക് നിങ്ങൾ നിർവഹിക്കുന്നു. ഓവർസീസ് ഇന്ത്യൻസിൻ്റെ മൂലധനം പ്രയോജനപ്പെടുത്തി പിന്നീട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത് മികച്ച രീതിയിൽ നടക്കുന്നു. അത് കുന്നംകുളം മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. പഴയ കാലത്തെ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുതലമുറയിലെ കുട്ടികൾക്ക് കായികക്ഷമത കുറവാണെന്നും അതിന് പരിഹാരം കാണാൻ വിദ്യാലയങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് സെക്രട്ടറി നാരായണൻ മുല്ലപ്പള്ളി അധ്യക്ഷനായി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ CV ജയൻ പദ്ധതി വിശദീകരണം നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ ബാലൻ, സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ, ജനറൽ കോർഡിനേറ്റർ A സുമ എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ, ട്രസ്റ്റ് ഭാരവാഹികൾ, സ്റ്റാഫ് പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി BV ശിവപ്രസാദ് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ അഷ്ടപതി ഗാനത്തോടെ അകമ്പടിയോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ താലപ്പൊലി മഹോത്സവം. അതുവരെ ക്ഷേത്രത്തിൽ ദിവസവും വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, ഭഗവതിക്ക് കളംപാട്ട് എന്നിവയുണ്ടാകും. താലപ്പൊലി ദിവസം ഉച്ചയ്ക്ക് വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മേളത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 4:30 നടക്കൽ പറ നടക്കും. 5 മണിയോടെ ദേശപൂരങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. ക്ഷേത്ര ഭാരവാഹികളായ ബാലൻ ചീരടത്ത്, കണ്ണൻ അയ്യപ്പത്ത്, ഹരീഷ് പൊന്നരാശ്ശേരി, ഹരി കൊളാടി, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത് തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഇന്റർനാഷണൽ ആയുർവേദ വെൽനസ് കോൺക്ലേവ് പ്രതിനിധികൾ ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർവേദ സന്ദർശിച്ചു. ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ആയുർവേദ വെൽനസ് കോൺക്ലേവ് 2026 ഭാഗമായി 100ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ശ്രീചിത്ര ആയുർഹോമിൽ എത്തിയത്. ഡോക്ടർ PV മധുസൂദനൻ, ഡോക്ടർ പ്രതിഭ മധുസൂദനൻ എന്നിവരുമായി സംഘം ചർച്ച നടത്തി. വർണ്ണശബളമായ കലാരൂപങ്ങളോടെയാണ് സംഘത്തിന് വരവേൽപ്പ് നൽകിയത്. കേരളത്തിന്റെ തനതായ വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിച്ച ശേഷം വൈകിട്ട് കൊച്ചിയിലേക്ക് മടങ്ങുകയും ചെയ്തു. കൃഷിയുടെ മണവും ഗന്ധവുമുള്ള ആളുകൾ ജനപ്രതിനിധികളായി വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണമെന്നും NK അക്ബർ MLA പറഞ്ഞു. പരൂർ പടവ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക പ്രതിനിധികൾക്ക് സ്വീകരണവും കർഷക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കൃഷി നമ്മുടെ സംസ്കാരവും ജീവിതവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കാർഷിക മേഖലയിലെ പുരോഗതി നാടിന്റെ ഒന്നാകെ വികസനത്തിന് വഴി തെളിയിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. അത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്നുള്ള ആളുകൾ ജനപ്രതിനിധികളായി വരുന്നു, പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയൊക്കെ ചുമതലകളിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം. അപ്പോ ഇവിടെ ജബ്ബാർ സ്വാഗതം പറയുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഞങ്ങളെ കുറച്ച് ആവരാധികളുണ്ട്, ഞങ്ങൾക്ക് നല്ല ധാരണകളൊക്കെ ഉണ്ടാവണം, ഞങ്ങൾ പറഞ്ഞു പോവല്ലേ ഇതിൽ കടലാസിൽ എഴുതി തന്നേന്ന് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ചമ്മന്നൂർ അറക്കൽ മുജീബിന്റെ വസതിയിലായിരുന്നു സംഗമം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പരൂർ പടവ് നിർവാഹക സമിതി അംഗം റാഹത്ത് മുഹമ്മദ് അലിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് ചടങ്ങ് ആരംഭിച്ചത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റും പരൂർ പടവ് കമ്മിറ്റി നിർവാഹക സമിതി അംഗവുമായ TK ഹസൻ തളികശ്ശേരി, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റുമായ അബൂബക്കർ കുന്നംകാട്ടയിൽ, പടവ് കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ AD ധനീബ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ചടങ്ങിൽ SBI പുന്നേർകുളം ബ്രാഞ്ച് മാനേജർ ശ്രീജിത്ത്, പൊന്നാനി കോൾപ്പടവ് കമ്മിറ്റി സെക്രട്ടറി ദയാനന്ദൻ, വൈസ് പ്രസിഡന്റ് സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ വിവിധ കീടശല്യങ്ങളെക്കുറിച്ചും ഇതിന് ഉപയോഗിക്കേണ്ട വളങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. പുന്നേർകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വിവിധ പാടശേഖര സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി AT അബ്ദുൾ ജബ്ബാർ സ്വാഗതവും AY കുഞ്ഞുമൊയ്തു നന്ദിയും പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് DCC മുൻ പ്രസിഡന്റ് മുൻ MLAയുമായ PA മാധവൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF അനുകൂല തരംഗമുണ്ടെന്നും തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ വികസന മുരടിപ്പ് ബാധിച്ച നിയോജക മണ്ഡലമായി മണലൂർ മാറിയെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാണെന്നും മുൻ MLA കൂടിയായ PA മാധവൻ അവകാശപ്പെട്ടു. UDF മണലൂർ നിയോജക മണ്ഡലം ചെയർമാൻ KK ബാബു അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം അസ്ഹർ അലി തങ്ങൾ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NJ ലിയോ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസ് C ഫ്രാൻസിസ്, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ മുഹമ്മദ് ഗസാലി, PK രാജൻ, KB ജയറാം, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, AT സ്റ്റീഫൻ, സിജു പാവർട്ടി, ബെന്നി തലക്കോട്ടൂർ, സുബൈദ മുഹമ്മദ്, KS ദീപൻ, സലാം എൻമനാട്, MK അനിൽകുമാർ, ജെറോം ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളമാകെയുള്ള ജനങ്ങളുടെ മനസ്സിൽ കണക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് ജനാധിപത്യത്തെയും ഭരണക്രമത്തെയും ഒരേ സമയം തള്ളിവിട്ട പിണറായി സർക്കാരിനെ പുറത്താക്കാൻ ജനരോഷം ആർത്തിരമ്പുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പുതുയുഗ യാത്രയാണ് ഈ 18-ാം തീയതി ഇവിടെ വരുന്നത് തന്നെ. കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിന്റെ 107ാം വാർഷികവും അധ്യാപക രക്ഷാ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ അധ്യക്ഷയായി. അധ്യാപക പ്രതിനിധി PP ധന്യ ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മായ S നായർ മുഖ്യപ്രഭാഷണം നടത്തി. LSS പരീക്ഷാ വിജയികൾക്ക് കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ പാരിതോഷികം വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ PS പ്രീത എൻഡോമെന്റ് വിതരണവും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവൻ വാഗ പ്രതിഭാതരവും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ അവാർഡ് വിതരണവും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ,
ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി കെ ദാസൻ, പഞ്ചായത്ത് അംഗം സൗമ്യാധനൻ, പ്രധാനാധ്യാപിക സി കെ ലില്ലി, കണ്ടാണശ്ശേരി MSS UP സ്കൂൾ പ്രധാനാധ്യാപിക വി എൻ സിന്ധു, പൂർവാധ്യാപക പ്രതിനിധി MP ഗിരിജ, PTA പ്രസിഡന്റ് സുബർണ സിജോ, സ്കൂൾ ലീഡർ EB അദ്രിത എന്നിവർ സംസാരിച്ചു. 32 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ലീന സി ജോസിന് PTA കമ്മിറ്റി ഉപഹാരം സമ്മാനിച്ചു. ലീന ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്കൂളിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ, മേഖലയിലെ വായനശാല, ക്ലബ്ബുകൾ എന്നിവയുടെ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നവീകരിച്ച കളിസ്ഥലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കായിക സമിതി അംഗം സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ICA പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് RV അബ്ദുൽ മജീദ്, OM മുഹമ്മദ് അലി ഹാജി, KS സെയ്ദ് മുഹമ്മദ് ഹാജി, അബ്ദു KV, ഹയർ സെക്കൻഡറി വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനുസ്, PTA പ്രസിഡന്റ് മുജീബ് എന്നിവർ സംസാരിച്ചു. മുൻകാല കായിക അധ്യാപകരായ നാസർ, ഹനീഫ എന്നിവർ സംബന്ധിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മുഹമ്മദ് അലി സ്വാഗതവും അക്കാദമിക് കൺവീനർ കുഞ്ഞാലു V മൊയ്തു നന്ദിയും പറഞ്ഞു. തുടർന്ന് നവീകരിച്ച കളിസ്ഥലത്തിൽ +1, +2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരവും ഉണ്ടായി. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ 125ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. വിദ്യാലയ അങ്കണത്തിൽ നടന്ന ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഇന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കാം, ഒരുമിച്ചിരുന്ന് കളിക്കാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അതൊന്നും പാടില്ല എന്ന് പറയുന്ന ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. അപ്പോൾ അത് കേരളത്തിൽ ആ പരിപ്പൊന്നും വേവില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനും ഇതൊക്കെ ഉണ്ടാവുന്ന ഈ മാറ്റം വന്ന് വെറുതെ മാറ്റം ഉണ്ടായതല്ല. ഒരു മാറ്റവും വെറുതെ ഉണ്ടാവില്ല. മാറ്റം വെറുതെ ഉണ്ടാവുകയാണെങ്കിൽ ലോകം എല്ലാം ഒരുപോലെ ആകണ്ടേ. ഇവിടുത്തെ പോലെ അവിടെയും അവിടുത്തെ പോലെ ഇവിടെയൊക്കെ ആവണ്ടേ. സ്കൂൾ മാനേജർ ഫാദർ ജാക്സൺ ചാലക്കൽ അധ്യക്ഷനായി. സ്റ്റാഫ് പ്രതിനിധി KJ ലീമ റോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ CN പ്രസാദ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A ഗംഗാധരൻ മാസ്റ്റർ, ലിയ ജോജോ, സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ VK നാരായണൻ മാസ്റ്റർ, ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ട്രസ്റ്റി സിംസൺ കൂത്തൂർ, സെന്റ് ജോ സമരറ്റിൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിഡ്സി, PTA പ്രസിഡന്റ് CJ ലിജോ, സ്റ്റാഫ് പ്രതിനിധി KG ലീന എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അവാർഡ് ദാനം നിർവഹിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വിരമിക്കുന്ന പ്രധാന അധ്യാപിക TL റീന ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി. ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക റീന ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാലയത്തിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ, സ്റ്റാഫ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മർത്തങ്കോട് MTS സ്കൂളിന്റെ 143ാം വാർഷികാഘോഷം ചൊവ്വനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ MB പ്രശാന്ത് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ അജിത് ചീരൻ ആമുഖ പ്രഭാഷണം നടത്തി. 34 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക ടെസ്മേരി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. മരത്തങ്കോട് അല്ലമീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷത്തിന് മാറ്റേകി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കുട്ടികൾക്കായി സമ്മാന വിതരണവും ഒരുക്കിയിരുന്നു. ശിവനും ഭദ്രകാളിയും ഒരു പീഠത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ പുന്നിയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജനുവരി 20 ചൊവ്വാഴ്ചയായിരുന്നു താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നത്. അന്നു മുതൽ ക്ഷേത്രത്തിൽ രാത്രി 9 മണിക്ക് പൊന്നാനി ഹരികുമാറിന്റെ നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ടും ഉണ്ടായി. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മകരപ്പത്തിന് ശനിയാഴ്ച പൊങ്കാല സമർപ്പണവും കൃഷ്ണകൃപ പുന്നയൂരിന്റെയും വട്ടമ്പാടം വേല കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കാളി, കാള തുടങ്ങി നാടൻ കലാരൂപങ്ങളോടുകൂടി വേലവരവും ഉണ്ടായി. തുടർന്ന് ദീപാരാധനയും നടന്നു. താലപ്പൊലി മഹോത്സവമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നടക്കൽ പറവിപ്പ്, തിടമ്പെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. വൈകിട്ട് 5:30 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉത്സവങ്ങളുടെ വരവുണ്ടായി. രാത്രി 7:30 വരെ ക്ഷേത്രസന്നിധിയിലെത്തി. തുടർന്ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, കേളി എന്നിവയും നടന്നു.
12 മണിക്ക് ശ്രീകോവിൽ നടയടച്ചു. തുടർന്ന് നടത്തിയ ദണ്ഡൻ സ്വാമിക്ക് ഗുരുതി സമർപ്പണത്തോടെയാണ് വേല മഹോത്സവത്തിന് സമാപനമായത്. ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മനകൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ശാന്തി ശരത് നമ്പൂതിരി നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ദണ്ഡൻ സ്വാമി കാവിലും പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ പ്രകാശൻ ചന്ദിരുത്തിൽ, മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹനൻ, സെക്രട്ടറി ചന്ദ്രിക വിരിപ്പാലയിൽ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളുടെ വളർച്ചയുടെ പിന്നിലെ ശക്തിയാണെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ. മന്ദലാകുന്ന GFUP സ്കൂളിന്റെ 103ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഡ് മെമ്പർ TA ആയിഷ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വിവിധ മേഖലകളിലെ സേവനത്തിന് പൂർവ്വ വിദ്യാർത്ഥികളായ KM ഹൈദരലി, MC ബഷീർ, MP ഇക്ബാൽ മാസ്റ്റർ, AA മുഹമ്മദ് ഇക്ബാൽ, കാവ്യ ഉണ്ണികൃഷ്ണൻ, TK മുഹമ്മദ് സാലിഹ്, ജാഫർ ആഷിഖ് എന്നിവരെ ആദരിച്ചു. ചാവക്കാട് നഗരസഭാ കൗൺസിലർ റമീജ, PK ഹസൻ, KK ഷുക്കൂർ, അസീസ് മന്ദലാകുന്ന PI ലിയാഖത്ത് അലി, MA വഹാബ്, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. OSA സെക്രട്ടറി PM നാസർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റാഫി മാലിക്കുളം നന്ദിയും പറഞ്ഞു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കോഴിക്കോട് അറേബ്യൻ സിസ്റ്റേഴ്സ് നേതൃത്വത്തിൽ ഒപ്പനയും ഗാനമേളയും ഉണ്ടായി. അവരൊരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഒരു വിദ്യാലയത്തിന് ശക്തമായി കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ നിന്നുള്ള പ്രചോദനം, അവരുടെ സംഭാവനകൾ നമ്മൾ സാധാരണ പറയുന്നത് അവരെ പിന്നിൽ നിന്നുള്ള അവർ നൽകുന്ന ശക്തി, പ്രദാനം ചെയ്യുന്ന ശക്തി ഏത് വിദ്യാലയത്തിന്റെയും വളർച്ചയിൽ ഏറ്റവും പ്രധാനമാണ്. ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ എന്നുകൂടി കാണാനായിട്ട് പറ്റും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപകരുടെ കലോത്സവം ഇൻസ്പയർ ഫെസ്റ്റ് കവയിത്രി സരിത ഇട്ടൂപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, സ്റ്റാഫ് സെക്രട്ടറി PK കിഷോർ, അധ്യാപിക PA ആൻസി എന്നിവർ സംസാരിച്ചു. സ്റ്റേജ് ഇതര മത്സരങ്ങളിലായി 20 ഇനങ്ങളിൽ അധ്യാപകർ തങ്ങളുടെ കലാപരമായ കഴിവുകൾ മാറ്റുരച്ചു. വിപണി. വിശ്വസ്തമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകി മിത്ര ക്ലിനിക് അഞ്ഞൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മിത്ര ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് മിത്ര ഗ്രൂപ്പിന്റെ ലക്ഷ്യം. കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ ആകാശ് MPPSന്റെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ലഭ്യമാകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കും. മിത്ര ലബോറട്ടറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബിൽ ഉദ്ഘാടനം ചെയ്തു. ഒബ്സർവേഷൻ വാർഡ് മെമ്പർ മിൽനയും ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ വാഴപ്പിള്ളി, സെക്രട്ടറി രാജീവ് ചെരക്കാപ്പുള്ളി, കെട്ടിട ഉടമ പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരി, ഡോക്ടർ ആകാശ് MPPS, ഡോക്ടർ അസിൽ, മാനേജിംഗ് ഡയറക്ടർമാരായ KK അൻവർ സാദിഖ്, K മുജീബ് റഹ്മാൻ, K മുഹമ്മദ് അർഷദ്, KT അഷ്കർ, അമിനുൽ സിദാൻ, മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. ലാബ്, ECG, ഫാർമസി, നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാണ്. ആതുര സേവന രംഗത്ത് ഏറ്റവും പരിചയസമ്പത്തുള്ള സ്റ്റാഫുകളും ക്ലിനിക്കിന്റെ പ്രത്യേകതയാണ്.
ആധുനിക മിഷനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നനായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ചെയ്തു നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 മണി വരെ ലാബ് തുറന്ന് പ്രവർത്തിക്കും. ഓരോ വ്യക്തികളും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും 400 രൂപ പാക്കേജിൽ നൽകുന്നു. പ്രമേഹ രോഗികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും 800 രൂപയ്ക്ക് ചെയ്തു നൽകുന്നു. അഞ്ഞൂരിലെ പൂങ്ങാട്ടുമന കെട്ടിടത്തിലാണ് മിത്ര ക്ലിനിക് പ്രവർത്തിക്കുന്നത്. മിത്ര ക്ലിനിക്, പൂങ്ങാട്ടുമന ബിൽഡിംഗ്, അഞ്ഞൂർ. ഫോൺ 7025780014. KSTU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LSS USS മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചു. KSTU സംസ്ഥാന സെക്രട്ടറി MA ജാബിർ മാതൃകാ പരീക്ഷയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഷെറീഫ് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ ഫൈസൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് PK വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ PM ഷമീർ, PK ഷംസീർ, P മിറാജ്, PP ഇസ്മായിൽ, VK അഫ്സൽ എന്നിവർ പരീക്ഷയ്ക്ക് നേതൃത്വം നൽകി. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബയോസയൻസിൽ ഗവേഷണ ബിരുദം സ്വന്തമാക്കിയ K ദീപയെ ഗുരുവായൂർ നഗരസഭ 33-ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. വാർഡ് കൗൺസിലർ AV ഉണ്ണികൃഷ്ണൻ പൊന്നാട ചാർത്തി, മുൻ കൗൺസിലർ രേണുക ശങ്കർ, നിഷ കൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് പൊന്നാട ചാർത്തി. മുൻ കൗൺസിലർ അനിൽകുമാർ ചിറക്കൽ, ആശാ വർക്കർ രേഷ്മ രാജീവ്, O രതീഷ്, ജ്യോതി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 14,355 രൂപ, സ്വർണം പവന് 1,14,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രി ഇനി ഹൈടെക്. മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തിയാകും. AC മൊയ്തീൻ MLA പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുരാഘോഷം വർണ്ണാഭം. റെക്കോർഡ് ഏക്കത്തുകയ്ക്ക് കൊങ്ങണൂർ ദേശം എത്തിച്ച തെച്ചുകൂട്ടേവ് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള കരിവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് അഴകായി. ആനായിക്കൽ ചീരംകുളം താലപ്പൊലിയുടെ ഭാഗമായ വേലയാഘോഷം വർണ്ണാഭം. 50 ഗജവീരന്മാർ അണിനിരക്കുന്ന പുരാഘോഷം നാളെ. പുരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ പ്രേക്ഷകർക്ക് തത്സമയം ആസ്വദിക്കാം. കടവല്ലൂർ പഞ്ചായത്തിലെ ഉരുക്കാൽക്കുന്നിലെ ക്വാറി മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്വാറിയിലെ ക്രഷർ യൂണിറ്റിൽ നിന്നും അമിതഭാരം കയറ്റി പഞ്ചായത്ത് റോഡിലൂടെ പോയ 2 ടോറസ് ലോറികൾ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ഈടാക്കി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. പാദരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ നന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ നീക്കം ആരംഭിച്ചു. പുതിയ സീസണിൽ ആനകളുടെ ഏക്കത്തുക ദേവസ്വം വർദ്ധിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.